മോനെ കൈനീട്ടത്തിന് ടാക്സ് കൊടുക്കേണ്ടി വരുവേ? അതെ, വിഷു കൈനീട്ടം കിട്ടുന്നതും കൊടുക്കുന്നതുമൊക്കെ അടിപൊളി തന്നെ. പക്ഷേ എല്ലാ വിഷു കൈനീട്ടങ്ങളും ടാക്സ് ഫ്രീ ആയിരിക്കണമെന്നില്ല. നമ്മൾ നമ്മുടെ കുടുംബത്തിൽ തന്നെയുള്ള ഒരാൾക്കാണ് കൈനീട്ടം കൊടുക്കുന്നതെങ്കിൽ മാത്രം, അതിപ്പോൾ പൈസയോ മറ്റെന്തെങ്കിലും ഗിഫ്റ്റോ അങ്ങനെ എന്തുമായിക്കോട്ടെ, അത് ടാക്സ് ഫ്രീ ആയിരിക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു FD ആണ് കൈനീട്ടമായി കൊടുക്കുന്നതെന്ന് കരുതുക. ആ FDക്ക് അത് കിട്ടുന്നയാൾ ടാക്സ് അടയ്ക്കേണ്ടി വരുന്നില്ലെങ്കിലും അതിൽ നിന്ന് ലഭിക്കുന്ന ഇൻട്രസ്റ്റ് നമ്മുടെ ടാക്സബിൾ ഇൻകത്തിന്റെ ഭാഗമായി കണക്കാക്കപ്പെടും. ഇനി നമ്മുടെ റിലേറ്റീവ്സ് അല്ലാത്ത ആളുകളുടെ കാര്യം പറയാം. അങ്ങനെയുള്ളവർ കൈനീട്ടം തരുമ്പോൾ അത് 50,000 രൂപയ്ക്ക് താഴെയാണെങ്കിൽ മാത്രം ടാക്സ് കൊടുക്കേണ്ടി വരില്ല. ഇനി 50,000-ന് മുകളിലാണെങ്കിൽ അതും ടാക്സബിൾ ആണ്. ഇനി ചെറിയ ചെറിയ എമൗണ്ടുകളായിട്ടാണ് നമുക്ക് കിട്ടുന്നതെന്ന് കരുതുക. ഒരു ഫിനാൻഷ്യൽ ഇയറിനുള്ളിൽ അതെല്ലാം കൂടി കൂട്ടുമ്പോൾ 50,000 രൂപയ്ക്ക് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി മെറ്റീരിയൽ ഗിഫ്റ്റുകളാണെങ്കിൽ അതിന്റെ വാല്യൂ ഇതുപോലെ തന്നെ കണക്കാക്കപ്പെടും. ഇനി എംപ്ലോയീസിന്റെ കാര്യം എടുത്താൽ 5,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള എന്തവർ നമുക്ക് തന്നാലും അത് ടാക്സബിൾ ആയിരിക്കും. സോ ഇനി കൈനീട്ടം കിട്ടുമ്പോഴും കൊടുക്കുമ്പോഴും ഒക്കെ ഈ കാര്യങ്ങൾ കൂടി ഒന്ന് ആലോചിച്ചു.